വീട് നിർമ്മിക്കുമ്പോൾ വാസ്തു നോക്കുന്നത് പതിവാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് അടുക്കളയുടെ സ്ഥാനം. വീട്ടിലെ സർവ്വ ഐശ്വര്യത്തിനും ഗുണങ്ങൾക്കും അടുക്കളയ്ക്ക് വലിയ പങ്കുണ്ടെന്നാണ് വാസ്തുശാസ്ത്രപ്രകാരമുള്ള വിശ്വാസം. എന്നാൽ വാസ്തു നോക്കി വീട്ടിലെ അടുക്കള പണി കഴിപ്പിച്ചാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അടുക്കളയിലെ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് പോലും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. ചൂലൊരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അടുക്കള തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീടിന്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത്. തൂത്തുകഴിഞ്ഞാൽ അടുക്കളയിൽ മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം തളിക്കണം. ഉപയോഗിച്ച ശേഷം ചൂൽ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ കോണിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ചൂലിനെ കിടത്തി വയ്ക്കുക, ഒരിക്കലും തലതിരിച്ചു വയ്ക്കരുത്. കൂടാതെ ചൂലിലൊരിക്കലും ചവിട്ടുകയും അരുത്. വാസ്തു അനുസരിച്ച് ആരുടെയും കണ്ണുകളെത്താത്ത സ്ഥലത്ത് വേണം ചൂൽ സൂക്ഷിക്കുവാൻ. വീടിന്റെ മേൽക്കൂരയിലും ചൂൽ വെക്കരുത്. ഇത് ധനനഷ്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ചൂൽ പഴകിയാൽ ഉടൻ തന്നെ അത് മാറ്റി പുതിയത് വാങ്ങണം. ശനിയാഴ്ച ദിവസമാണ് പുതിയ ചൂൽ വാങ്ങാൻ പറ്റിയ ദിവസം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ലക്ഷ്മി ദേവിയുടെ കൃപ എപ്പോഴും ലഭിക്കുകയും ചെയ്യും. വാസ്തുശാസ്ത്രപ്രകാരം വ്യാഴവും വെള്ളിയും പഴയ ചൂൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഈ 2 ദിവസങ്ങൾ യഥാക്രമം മഹാവിഷ്ണുവുമായും ലക്ഷ്മി ദേവിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പഴയ ചൂൽ ഉപേക്ഷിച്ചാൽ ചൂലിനോടൊപ്പം ലക്ഷ്മി ദേവിയും വീട്ടിൽ നിന്ന് പോകുന്നു എന്നാണ് വിശ്വാസം. വിള്ളൽ വീണ പാത്രങ്ങൾ. വിള്ളലുകളും പൊട്ടലുകളുമുള്ള പാത്രങ്ങളാണ് രണ്ടാമത്തേത്. അത് അടുക്കളയിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുകയും വാസ്തുദോഷത്തിന് കാരണമാകുകയും ചെയ്യും. അതിനാൽ അരികുകൾ പൊട്ടിയതോ വിണ്ടുകീറിയതോ ചോർച്ചയുള്ളതുമായ പാത്രങ്ങൾ യഥാസമയം മാറ്റാതെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല. കല്ലുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം നിറയ്ക്കും. എന്നാൽ സ്റ്റീൽ, ഇരുമ്പ് പാത്രങ്ങളിൽ കല്ലുപ്പ് സൂക്ഷിക്കരുത്. അത് വിപരീത ഫലമാകും നൽകുക. സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് ഉത്തമം. കൂടാതെ മഞ്ഞൾ, അരി, കല്ലുപ്പ് എന്നിവ തീർന്നു പോകാനും പാടില്ല. ഉപയോഗത്തിനനുസരിച്ച് ഈ 3 വസ്തുക്കളും തീരുന്നതിനു മുൻപ് വാങ്ങിവെക്കണം. താക്കോൽ. അടുക്കളയിൽ താക്കോൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല. സൂക്ഷിച്ചാൽ ദുരിതമൊഴിയില്ല. താക്കോലുകൾക്ക് പോസിറ്റീവ്, നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസ്തുപ്രകാരം അടുക്കള മുഴുവൻ കുടുംബത്തിന്റെ പുരോഗതിയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ വീടിന്റെ താക്കോൽ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കരുത്. മരുന്നുകൾ. കാലിയായ മരുന്നു കുപ്പികൾ അടുക്കളയിൽ ഒരിക്കലും സൂക്ഷിക്കരുത്. അതുപോലെ സാധനങ്ങൾ തട്ടുകളിൽ കുത്തി നിറച്ചു വെക്കാനും പാടില്ല. മൂർച്ചയുള്ള വസ്തുക്കൾ. ഉപയോഗശേഷം കത്തി, കത്രിക എന്നിവ ഷെൽഫിനുള്ളിൽ വെക്കുക. പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇവ സൂക്ഷിക്കാൻ പാടില്ല. കണ്ണാടി. ഏതൊരു ഊർജത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് കണ്ണാടി. കേരളത്തിൽ പൊതുവെ അഗ്നികോണിലാണ് അടുക്കളയുടെ സ്ഥാനം. അഗ്നികോണായ തെക്ക് കിഴക്ക് ഭാഗത്ത് കണ്ണാടി സ്ഥാപിക്കുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും. ഈ ഭാഗത്ത് കണ്ണാടി സ്ഥാപിച്ചാൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ദൈവങ്ങളുടെ ചിത്രങ്ങൾ. അടുക്കള അന്നപൂർണേശ്വരിയുടെ ഇരിപ്പിടമാണെങ്കിലും ദൈവങ്ങളുടെ ചിത്രങ്ങൾ അടുക്കളയിൽ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.